വലിയ ദുരന്തത്തിലേക്ക് മാറിയിരിക്കുകയാണ് ബംഗളൂരു നഗരം. ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്രയുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. നിഖിൽ, പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല, അവിടെ ആശുപത്രിയിൽ കഴിയുന്നവരുമായി സംസാരിച്ചു. അവിടെ ഈ സ്റ്റേഡിയത്തിനകത്ത് ഒരു പോലീസോ അതുപോലെ ആംബുലൻസ് സൗകര്യമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്രയും വലിയ ഒരു പരിപാടി നടക്കുമ്പോൾ ഒരുവിധ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല കർണാടക സർക്കാർ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. മാത്രവുമല്ല, ഇത് വളരെ ധൃതി പിടിച്ച് പബ്ലിസിറ്റി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കർണാടക സർക്കാർ ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയാണ്. അപ്പോൾ ധൃതി പിടിച്ച് നടത്തിയ ഒരു പരിപാടി, ആസൂത്രണമില്ലായ്മ, സൗകര്യം ഒരുക്കാതിരിക്കൽ, ഇങ്ങനെ ഈ ദുരന്തത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിന് മാത്രമാണ് എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. വിവരങ്ങൾ നീലിമ, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഈ ആശുപത്രിയിൽ എത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചതിന് ശേഷമാണ് മാധ്യമങ്ങളോട് ഇക്കാര്യമൊക്കെ വ്യക്തമാക്കിയത്. ഇതിനൊപ്പം ഏറ്റവും പുതുതായി വന്ന മറ്റൊരു പ്രതികരണം കൂടിയുണ്ട്. അതായത് കർണാടക പ്രതിപക്ഷ നേതാവും ബി.ജെ.പി. പ്രതിപക്ഷ നേതാവും ബി.ജെ.പി. നേതാവുമായ നാരായണസ്വാമിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് ഇത് നീലിമ പറഞ്ഞതുപോലെ, അതായത് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതായത് ഇതൊരു സർക്കാർ വരുത്തിവെച്ച ദുരന്തം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ സാധാരണക്കാരുടെ ജീവൻ വെച്ചാണ് സർക്കാർ കളിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിന് ഉത്തരവാദി ആരാണ് എന്ന് പറയണം. ഒപ്പം ഇതൊരു പൂർണ്ണമായ സുരക്ഷാ വീഴ്ചയാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രതികരണത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത് വി വിജയേന്ദ്രയുടെ പ്രതികരണത്തിലേക്ക് വരികയാണ്, അദ്ദേഹം പറഞ്ഞത് ഈ ദുരന്തത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഈ മുഴുവൻ രാജ്യവും കർണാടകയും ആർ.സി.ബിയുടെ വിജയം അത് ആഘോഷിക്കുമ്പോൾ കർണാടക സർക്കാർ യാതൊരുവിധ മുൻകരുതലും ഇല്ലാതെ ഇത്തരത്തിലൊരു വലിയ പരിപാടി സംഘടിപ്പിച്ചു. അത് വലിയൊരു വീഴ്ചയാണ്. സർക്കാർ അത് തുടക്കത്തിലെ ഒരു മുൻകരുതൽ കാണിക്കേണ്ടതായിരുന്നു. സർക്കാർ അനാവശ്യമായൊരു തിടുക്കം കാണിച്ചതിനാലാണ് ഇത്തരത്തിലേക്ക് വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് എന്ന് പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ, അതായത് സാധാരണക്കാരൻ്റെ സുരക്ഷ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് യാതൊരു ശ്രദ്ധയുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവർക്ക് പബ്ലിസിറ്റിയിൽ മാത്രമാണ് താല്പര്യം, പബ്ലിസിറ്റിയിൽ മാത്രമാണ് സംസ്ഥാന സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിനകം തന്നെ 11ഓളം പേർ മരണപ്പെട്ടിട്ടുണ്ട്, നിരവധി പേർ ICUവിൽ ഇരയായിട്ടുണ്ട്. ഇതിൽ പലരുമായും നേരിട്ട് സംസാരിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പലരും പറയുന്നതാണെങ്കിൽ അവർക്ക് പ്രാഥമികമായ ചികിത്സ കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഏർപ്പെട്ടു, ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം എന്നും ഈയൊരു കർണാടക ബി.ജെ.പി. അധ്യക്ഷൻ പറയുന്നുണ്ട്. വിജയേന്ദ്ര പറയുന്നുണ്ട്. അദ്ദേഹം ഈയൊരു ബോറിംഗ് ആൻഡ് ലേഡി ആശുപത്രിയിൽ എത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചതിന് ശേഷം ആണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പരിക്കേറ്റവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും അവിടെ ലഭ്യമായിരുന്നില്ല. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട്, ആംബുലൻസ് സൗകര്യങ്ങൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പരിക്കേറ്റവർ പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ബി.ജെ.പി. ഇതിനെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഉയർത്തുന്നത്. ഈ ഒരു ബി.ജെ.പി. മാത്രമല്ല, BCCI, IPL അടക്കമുള്ള IPL ഗവേണിംഗ് കൗൺസിൽ അടക്കം ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ സംഘാടകർക്കെതിരെ വലിയ വിമർശനം ഉയർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. IPL ചെയർമാൻ തന്നെ നേരിട്ട് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. IPL ചെയർമാൻ നേരിട്ട് പറയുന്നു, ഇത്തരത്തിലൊരു പരിപാടി ആരാണ് നടത്തിയത് എന്ന് തങ്ങൾക്കറിയില്ല. ഇത്തരത്തിലൊരു പരിപാടി അപകടമുണ്ടായതിനു ശേഷവും പരിപാടി തുടരുന്നതിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് IPL ചെയർമാൻ അരുൺ ധുമാൽ വിമർശിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഇത്തരത്തിലൊരു പരിപാടി ആരാണ് സംഘടിപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ആരാണെങ്കിലും RCB മാനേജ്മെൻറ്റിനോട് എത്രയും വേഗം പരിപാടി നിർത്തി മടങ്ങാൻ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അതായത് താൻ നേരിട്ട് RCB മാനേജ്മെൻറ്റിനെ വിളിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈയൊരു സർക്കാരിനും സംഘാടകർക്കുമെതിരെ ഈയൊരു വിമർശനം വലിയ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട്. ഇത്ര തിടുക്കപ്പെട്ട് ഇത്തരത്തിലൊരു പരിപാടി എന്തിനു നടത്തി എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതായത് കുറച്ച് സമയമെടുത്ത് സാധാരണക്കാരുടെ സുരക്ഷ അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. ഇത്തരത്തിലൊരു വിമർശനം ഉയരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രിയുടെ പ്രതികരണം തന്നെയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത്, സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ തങ്ങൾക്ക് മതിയായ സമയം ലഭിച്ചില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ അതിനെതിരെയാണ് ഇത്ര വലിയ രീതിയിലൊരു വിമർശനം ഉയരുന്നത്. അതായത് ഇത്രയും തിടുക്കപ്പെട്ടൊരു പരിപാടി സംഘടിപ്പിക്കാൻ ആര് ആവശ്യപ്പെട്ടു എന്നൊരു ചോദ്യവും എന്തായാലും ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ഒരു 2024 ടീം ഇന്ത്യയുടെ ആ ഒരു വിജയ റാലി, വിക്ടറി പരേഡ്, അതും ഇതുമായി താരതമ്യം ചെയ്യുന്നുണ്ട്. അതായത് ഇത്രത്തോളം ആൾക്കാരെത്തുന്ന ടീം ഇന്ത്യയുടെ ഒരു വിക്ടറി പരേഡ് നടക്കുമ്പോൾ പോലും
അവിടെ ഒരാൾക്ക് പോലും പരിക്കേറ്റിട്ടുണ്ടായിരുന്നില്ല. അവിടെ കൃത്യമായ പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ടായിരുന്നു. സാധാരണക്കാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. ഇത്രത്തോളം വിലപിടിപ്പുള്ള താരങ്ങൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അടക്കമുള്ള താരങ്ങൾ എത്തിയപ്പോൾ അവർക്ക് സമയമെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവർക്ക് താരങ്ങൾക്ക് മാത്രമല്ല വരുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി ഒരുക്കിയതിനു ശേഷമാണ് അന്ന് മുംബൈയിൽ ഒരു സ്വീകരണ പരിപാടി ഒരുക്കിയത്, വാങ്കഡയിൽ ഒരു സ്വീകരണ പരിപാടി ഒരുക്കിയത്. അതും ഇപ്പോൾ ഇത്ര തിടുക്കപ്പെട്ട ഒരു സ്വീകരണ പരിപാടി ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നോ എന്നതുമായി ചില താരതമ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. 11ഓളം പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 10ഓളം പേർ വിവിധ ആശുപത്രികളിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. വിജയാഘോഷം വൻ ദുരന്തത്തിലേക്ക് വഴിവെച്ച കാഴ്ചയാണ് ബംഗളൂരു നഗരത്തിൽ നിന്നും ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ദുരന്തത്തിൽ 11 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന ആവശ്യമാണ് BJP ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. വളരെ കൃത്യമായി കർണാടക സർക്കാരിന് മാത്രമാണ് ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമുള്ളത്. ധൃതി പിടിച്ച് ആസൂത്രണമില്ലാതെ നടപ്പാക്കിയ ഈ വിജയാഘോഷമാണ് ഇത്തരത്തിൽ മഹാദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്ന വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്.